സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതോടൊക്കെ മണിച്ചേട്ടന്റെ പാട്ട് വെച്ചിട്ട് ഫൈറ്റ് ഉണ്ട്. അത് ഗംഭീരമായിട്ട് തിയേറ്ററിൽ ആഘോഷിച്ചായിരുന്നു. അത് തുടക്കത്തിൽ ഇതിന്റെ മണിച്ചേട്ടന്റെ പാട്ട് തന്നെയായിരുന്നു. 3 4 പാട്ട് വരുന്നുണ്ട്. 3 പാട്ട് ഇല്ല. ആദ്യം നമ്മളിങ്ങനെ തനിച്ചിങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്കും തോന്നി വെച്ചാല് മണിയുടെ ഒരു പ്രസൻസ് നമുക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും മണീനെ മിസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ പറഞ്ഞു നല്ല കാര്യമാണത് എന്നുള്ളത് പറഞ്ഞു. പിന്നെ അത് ആദ്യം ഇവര് ആ പാട്ട് മൊത്തത്തിൽ ബട്ട്ലറുടെ പാട്ട് ഇടാന്നുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞു അത് അതിനേക്കാൾ നല്ലത് വേറെ പാട്ടും കൂടി എടുക്കുക. അപ്പോഴാണ് മണിയുടെ പാട്ട്, പിന്നെ ലാലേട്ടൻ്റെ പടത്തിലെ പാട്ടും. അപ്പോൾ ശരിക്കും പ്രേക്ഷകൻ ചിലപ്പോൾ ലാലേട്ടൻ്റെ ഒരു അടുത്ത എൻട്രി വരാൻ പോവുകയാണെന്ന് ചിലപ്പോൾ ഇതാ. പക്ഷെ ലാലേട്ടനോട് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ മോഹൻലാൽ ഫാൻസ് ഒക്കെ ആ സമയത്ത് നാച്ചുറലി ലാലേട്ടൻ ഈ സിനിമയിലുണ്ടെന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ വരവുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ആഘോഷമാക്കാന്ന് പറയില്ല. അപ്പൊ യൂത്തിന് ഏറ്റവും കൂടുതൽ ആഘോഷമാക്കാവുന്ന പാട്ടുകളാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് ഗോപി മിക്സ് ചെയ്യുകയും റീമിക്സ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഒരു അപ്ഡേഷൻ ചോദിക്കട്ടെ. കുറച്ചു കാലം മുന്നേ ഒരു ഫിലിം അനൗൺസിന് പറക്കും പപ്പൻ, അതിന്റെ നിലവിലുള്ള അപ്ഡേഷൻ എന്താണ്? അതിപ്പോ ഉടനെ തന്നെ ഉണ്ടാവും. ദൈവം അനുഗ്രഹിച്ച് ഷൂട്ടിംഗ് തുടങ്ങാൻ വേണ്ടി. സൂപ്പർ ഹീറോ പരിപാടിയാണ് കാണാൻ. അന്ന് ഒരു സൂപ്പർ ഹീറോ പരിപാടിയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു ലോക്കലാണ് പപ്പൻ, ഒരു ലോക്കലാണ്, സാധാരണക്കാരൻ. ലോക്കൽ സൂപ്പർ ഹീറോ. അല്ല, ഒരുപാട് ആൾക്കാർ വന്ന് സ്നേഹത്തോടുകൂടി സംസാരിക്കുകയും എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്ന മൊമെന്റ് അതിൽ എന്നെ മീൻസ് നമ്മൾ ടച്ച് ചെയ്യുന്ന പറഞ്ഞാൽ ഒന്നോടനെ ചേർത്ത് പിടിച്ച് ഒരു അമ്മൂമ്മ വന്നിട്ട് നോക്കിയൊക്കെ ചെയ്യും. മീൻസ് അതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഈ നേരെ കണ്ടിട്ടില്ല, ഒന്നുമില്ല, എന്നെ സ്ക്രീനിലൂടെ മാത്രം കണ്ട് നമ്മളോടുള്ള സ്നേഹം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകൾ, ഇതെല്ലാം നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇല്ലേ നമ്മുടെ ഒരു സിനിമ വന്ന സമയത്ത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും കാലം അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ ഇനീഷ്യൽ വന്ന് എടുത്തു പറയേണ്ട പടങ്ങളിലൊന്നാണ് പപ്പ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഇപ്പം ഇന്നലെയൊക്കെ നമ്മൾ തൃശ്ശൂരൊക്കെ ചെല്ലുമ്പോൾ ഉള്ള ആവേശം, അല്ലാതെ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കവിതാ തിയേറ്ററിൽ ചെല്ലുമ്പോഴും അവിടുത്തെ ചെറുപ്പക്കാരും എല്ലാവരും കൂടി വന്നു. പിന്നെ ഇപ്പം അതിന് ശേഷമാണ് ഫാമിലി ഇറങ്ങി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തൊടുപുഴ ആശീർവാദ് സിനിമാസിൽ പോയപ്പോഴാണ് ഫാമിലിയുടെ ഇടയിൽ നിന്നാണ് ഒരു അമ്മൂമ്മ ഓടി വന്നിട്ട്, പിന്നെ അത് ഞകത്ത് നിന്നപ്പോൾ ആ പൂപ്പിന് കുറേ പേര് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട്. അപ്പം അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെ. കണ്ണെപ്പോഴും അറിയുന്ന അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കണ്ണറിയില്ല. നമ്മുടെ കൂടെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നിൽക്കുന്നു എന്ന് പറയുന്നത്. എന്തായിരുന്നു ഇതിന് ചെയ്യാനുണ്ടായ ഒരു കാരണം? ആ ക്യാരക്ടർ പറഞ്ഞപ്പോഴുള്ള ഒരു റിയാക്ഷൻസ് ഒക്കെ? ഇതിൽ ചെയ്യാനുള്ള കാര്യം ഇപ്പം നിങ്ങൾ വിഷ്വൽ കണ്ടില്ലേ, അങ്ങനെ തന്നെയാണ് ഡയറക്ടർ സാർ എന്നോട് പറഞ്ഞത്. സോ പിന്നെ ഇങ്ങനത്തെ ഒരു പടം, ഈ പടത്തിൻ്റെ ഒരു മൂഡ് അറിയാം, ഇതിൻ്റെ ഒരു വിഷ്വൽ എങ്ങനെയായിരിക്കും എന്നറിയാം, പറയണം. സോ അത് പിന്നെ എൻ്റെ അടുത്തിരിക്കുന്ന ദിലീപ് സാർ ഇതിൽ കേട്ടൊരു കാരണം, ഞാൻ ഏത് പടം ദിലീപേട്ടൻ പിടിച്ചാലും ഞാൻ അവിടെ ഓടിയെത്തിയിരിക്കും. അത് പണ്ട് പോലെ അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ദിലീപേട്ട സൈഡാണ് റിയാസ്ക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സന്തോഷമായില്ലേ? ഇനി എല്ലാം ദിലീപേട്ടൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഉത്തരം ഞാൻ പറയാം. ഞാൻ ആ കാറ് തരില്ല എന്ന് പറഞ്ഞു. എടുത്തു വെച്ചേക്കത് ചെക്കപ്പാട്ടിന് വേണ്ടേ. ദിലീപേട്ട ആ വണ്ടി ഓടൂല. ഞാനാ വണ്ടി കൊണ്ടുപോയപ്പോ തന്നെ ഇഞ്ചിനടുത്ത് മാറ്റി വെച്ചു. കാരണം അത് ഓടൂല എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും മനസ്സിലായില്ലേ?
സെക്കൻഡ് പാർട്ടോട് നമ്മളൊന്നുമല്ല, നമ്മൾ അതുവരെ കുറെ റെഫറൻസ് കാണിച്ചു. അവിടുന്ന് നമ്മുടെ പടത്തിൻ്റെതായ 2 വണ്ടികൾ എന്നുള്ള രീതിയിലാണ് ആ 2 വണ്ടി നമ്മളവിടെ കൊണ്ടുവന്നത്. അങ്ങനെയായിരുന്നു ആ ഐഡിയ. പിന്നെ കാട്ടിന്റെ അകത്തായിരുന്നല്ലോ അതിന്റെ ചേസും പേരുടെ. അപ്പോൾ കുറച്ച് ഓഫ് റോഡിലൊക്കെ പോകുന്ന രീതിയിലുള്ള നമ്മൾ ഉണ്ടാക്കുന്ന, നമ്മൾ ബിൽഡ് ചെയ്യുന്ന പോലത്തെ ഒരു വണ്ടി ഉണ്ടാവണം. ഈ പടത്തിലെ വണ്ടി എന്ന് അറിയപ്പെടാൻ പറ്റുന്ന രീതിയിൽ വണ്ടി ഉണ്ടാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും സമയം നമ്മൾ കുറെ റെഫറൻസും ഒക്കെ കാണിച്ചു. അപ്പോൾ അവിടെ നമുക്ക് നമ്മളേതായ ഒരു സിഗ്നേച്ചറിൽ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഉണ്ടാക്കിയതാണ്. ശരിക്കും വിജയ് സാറിനെ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാറ്? ഫാൻ മൊമെന്റ് എന്നുള്ള ഫാൻ ബോയ് എന്ന ലെവലിലാണ് ഇവിടെ back. പടത്തിൽ വിജയ് സാറിന്റെ പാട്ടുകളായാലും പറയാൻ പറ്റത്തില്ലേ, അങ്ങനത്തെ കുറച്ച് സീനുകളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് വിജയ് സാറെ പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്താണ്? വിജയ് ഫാൻസിനെ അട്രാക്ട് ചെയ്യാന്നുള്ളതുകൊണ്ടാണോ അതോ വിജയ് ഫാൻ എന്നുള്ള ലെവലിലാണോ? നമ്മള് അങ്ങനത്തെ ആളാണല്ലോ, ആണല്ലോ. അപ്പോൾ പിന്നെ ഈ കാരണം എന്താ പറയാ, ഇപ്പൊ ഞാൻ ഗുഡ് ബാഡ് അഗ്ലിയും കണ്ടപ്പോൾ എനിക്ക് തോന്നിച്ചാൽ അങ്ങനത്തെ ഇവിടെ വിജയ് സാറിന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം കൂടുതൽ ആളുകൾക്ക് അത് റെഫറൻസ് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഗുഡ് ബാഡ് അഗ്ലിയൊക്കെ കണ്ടിട്ട് കുറെ ആൾക്കാർ പറയുന്ന കേട്ടത് കുറെ റെഫറൻസ് കിട്ടിയില്ല എന്നൊക്കെ പറയാം. അപ്പോൾ അതൊരു വിജയ് സാറിന്റെ പടമാണെങ്കിൽ ഈച്ച് ആൻഡ് എവരി റെഫറൻസ് ആൾക്കാർക്ക് കണക്ട് ആവും. അപ്പൊ അത്രയും ആളുകളിലേക്ക് എത്തിയ ഒരു നടനാണ്, സ്റ്റാറാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് DVD കാണുന്ന പടം ഗില്ലിയാണ്. അന്ന് മുതലേ ഞാൻ